ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ചില അനുകൂലമായും പ്രതികൂലമായുമുള്ള ചില കമൻറ്റുകൾ, അതിന് പ്രതികൂലമായി പല ആൾക്കാരും അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹൈറിച്ച് എന്ന് പറയുന്നത് നമ്മളുടെ അന്നമാണ്, ആ ഹൈറിച്ച് തകർക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നൊക്കെയുള്ള രീതി. സത്യത്തിൽ ഒരു സ്ഥാപനത്തോടും യാതൊരു തരത്തിലുള്ള വെറുപ്പോ, പ്രത്യേകിച്ച് ഹൈറിച്ചിനോട് എനിക്ക് പ്രത്യേകിച്ച് വെറുപ്പോ പ്രശ്നങ്ങളോ ഒന്നും വരേണ്ടതല്ല. പക്ഷേ ചില സംശയങ്ങൾ, അവർ നൽകുന്ന ബിസിനസ്, അവർ ചെയ്യുന്ന ബിസിനസ്സിൽ ചില സംശയങ്ങളുള്ളത് ആ ചോദ്യമായി ഞാൻ ആ വീഡിയോയിൽ ചെയ്തു എന്ന് മാത്രമാണ്. അതിൽ ഞാൻ പലപ്പോഴും ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ഹൈറിച്ചിൻ്റെ പല നേതാക്കന്മാരുമായി, ലീഡർമാരുമായി, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചു. ആർക്കും കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ID എന്നുള്ള രീതിയിലുള്ള ഒരു ബിസിനസ്സാണ്. അതായത് 10,000 രൂപയുടെ ഒരു ഡിജിറ്റൽ ID വാങ്ങുകയും ആ ഡിജിറ്റൽ IDക്ക് എല്ലാ ആഴ്ചകളിലും 1%, 2% പേ ഔട്ട് നൽകുകയും ചെയ്യുന്ന ഒരു ബിസിനസ്. ഈ ബിസിനസ്സിനെ കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങൾ ഞാൻ ചോദിച്ചു. പക്ഷേ ആർക്കും അതിന് ഒരു മറുപടി തരാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതായത് ഗ്രോസറി ബിസിനസ്സാണ് ഈ 10,000 രൂപയുടെ പ്രീ കൺസൈൻമെൻറ്റ് കൂപ്പൺ എന്നുള്ള രീതിയിൽ വാങ്ങിക്കൊണ്ട് ഹൈറിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനു വേണ്ടിയുള്ള പേ ഔട്ട് ഏകദേശം ഒരു വർഷം 50% പേ ഔട്ട് നൽകുന്നു എന്ന് പറയുമ്പോൾ, അരിയും അതുപോലെ ചെറുപയറും കടലയൊക്കെ വിറ്റുകൊണ്ട് 50% ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പം അതിശയത്തോടു കൂടി നമ്മൾ നോക്കി നിൽക്കേണ്ടതാണ്. സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെയാണ് ഇതിൽ വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളത് അത്ഭുതത്തോടെയാണ് കാണേണ്ടത്. ഗ്രോസറി ബിസിനസ്സിൻ്റെ മാക്സിമം ലാഭം എന്ന് പറയുന്നത് ഒരു 10% ആയിരിക്കും. ചെറുപയർ, കടല, ഇതിനൊക്കെ നമുക്ക് മാക്സിമം റേറ്റ് കിട്ടാവുന്ന ഒരു മാർജിൻ എന്ന് പറയുന്നത് 10%. അപ്പോൾ എങ്ങനെ ഇവർ 50% ലാഭം ഈ പ്രീ കൺസൈൻമെൻറ്റ് കൂപ്പൺ 10,000 രൂപയുടെ കൂപ്പൺ വാങ്ങിക്കൊണ്ട് എങ്ങനെ നൽകുന്നു എന്നുള്ളതാണ് അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ടത്. 10,000 രൂപയുടെ കൂപ്പൺ വാങ്ങി നമ്മൾ മറ്റുള്ള ആൾക്കാരെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ബെനഫിഷ്യൽ ഇൻകവും റെഫറൽ ഇൻകം എന്നുള്ള രീതിയിൽ വേറെയും ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ 10,000 രൂപയുടെ കൂപ്പൺ, ഇപ്പോൾ 5 ലക്ഷം രൂപ അവർ കളക്ട് ചെയ്യുന്നത് 50 ID നൽകിക്കൊണ്ടാണ്. ഈ 50 ID എന്ന് പറയുന്നത് ഒരു പ്രീ കൺസൈൻമെൻറ്റ് പർച്ചേസ് കൂപ്പണാണ്. ഈ പ്രീ കൺസൈൻമെൻറ്റ് പർച്ചേസ് കൂപ്പൺ നാളെ ഈ സ്ഥാപനം പൂട്ടിപ്പോയാൽ ഈ കൂപ്പണിൻ്റെ വില എന്താണ്? യാതൊരു തരത്തിലുള്ള വിലയും ഈ കൂപ്പണിനില്ല. ഷോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ പോയി ഈ കൂപ്പൺ റെഡീം ചെയ്തുകൊണ്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ ഇവരുടെ HROTT പുതിയ ഇറക്കിയിരിക്കുന്ന പുതിയ ഒരു പ്രൊഡക്റ്റ് HROTT എന്നുള്ള രീതിയിൽ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവർ 5 ലക്ഷം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ഇവർ ഈ HROTTയിലേക്ക് ആൾക്കാരെ ചേർത്തിരിക്കുന്നത്. HROTTക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഞായറാഴ്ച പോലും പേ ഔട്ട് എന്നുള്ള രീതിയിൽ അവരുടെ വാലറ്റിലേക്ക് 75,000 രൂപയോളം അവർ ക്രെഡിറ്റ് ചെയ്തതായി കാണിച്ചിട്ടുണ്ട്. ഈ വാലറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പണം തിരിച്ചെടുക്കാൻ കഴിയില്ല, അത് വേറൊരു സത്യമാണ്. ഈ 10,000 രൂപയുടെ കൂപ്പണാണെങ്കിലും അവർക്ക് 100 രൂപ ആഴ്ചയിൽ പേ ഔട്ട് ചെയ്യുമ്പോൾ 500 രൂപ ആയാൽ മാത്രമേ അവർക്കത് തിരിച്ചെടുക്കാൻ കഴിയൂ. ഞാൻ പല ആൾക്കാരുമായിട്ട് ഇത് സംസാരിച്ചു, എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടികൾ എന്നറിയാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും എന്നെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൈറിച്ച് ചേരുന്നതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ ഇവരൊക്കെ. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇതിലേക്ക് പോയി ചേരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ ഫണ്ട് തിരിച്ച് ലഭിക്കുക? ഇവരുടെ പല ലീഡർമാരും പല ആൾക്കാരും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ വലിയ വീഡിയോസ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ കീഴിൽ ഞാൻ പല ആൾക്കാരോട് ഈ സംശയം ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിയുക? ആർക്കും പക്ഷേ അതിന് ഉത്തരവില്ല. ജയ് ഹൈറിച്ച്, പാവങ്ങളുടെ അന്നമാണ്, നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം നമ്മുടെ മലയാളികൾ ഈ ഒരു നെറ്റ്വർക്ക് ബിസിനസ്സിൽ, മണി ചെയിൻ ബിസിനസ്സിൽ എങ്ങനെയാണ് ഇങ്ങനെ പോയി ചേരുന്നത് എന്ന് എത്ര കാലം നമ്മൾ മലയാളികൾ പഠിച്ചാലും പഠിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം 5 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഒരു 6 മാസം കൂടി ഇത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ പൈസ എനിക്ക് തിരിച്ച് കിട്ടുമായിരുന്നു. അതായത് ഏകദേശം ഈ 2-3 വർഷം കൊണ്ട് അവർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 80% തുക തിരിച്ച് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും ഫണ്ട് തിരിച്ചു കൊടുക്കണമെങ്കിൽ
ശരിയായ നെറ്റ്വർക്കിൻ്റെ, ശരിയായ മണി ചെയിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഈ ഒരു പ്രവർത്തനത്തിലുണ്ട് എന്ന് നമ്മൾ കാണണം. 10,000 രൂപ ഇവർ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറെക്കുറെ 5,000 രൂപയോളം അതിൻ്റെ പലതരത്തിലുള്ള ലീഡർമാരിലേക്ക് അതിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. ബാക്കിയുള്ള 5,000 രൂപയാണ് ഇവരുടെ ബിസിനസ്സിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവരുടെ പല സ്ഥാപനങ്ങളുടെയും ഫോട്ടോയും ഇതൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു. വളരെ ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഇവിടുന്ന് എങ്ങനെയാണ് ഇത്രയും വലിയ ലാഭം ഉണ്ടാക്കേണ്ടത്? ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഹൈറിച്ചിന് കഴിയുകയാണെങ്കിൽ മാത്രമേ ഹൈറിച്ച് ഒരു ശരിയായ ബിസിനസ് പ്ലാറ്റ്ഫോമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ.